എല്ലാ മിഥുനം രാശിക്കാർക്കും ആഗസ്റ്റ് മാസഫലത്തിലേക്ക് സ്വാഗതം. സാമ്പത്തികമായി മിഥുനക്കൂറുകാർക്ക് അഭിവൃദ്ധി ഉള്ള ഒരു കാലഘട്ടമാണ്. രണ്ടാം ഭാവത്തിൽ കർമാധിപൻ അതുപോലെ ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരു ഉച്ചത്തിൽ നിൽക്കുന്നത് കർമ്മമേഖലയിൽ വരുമാനം വർദ്ധിക്കുന്ന രീതിയിലുള്ള പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതിനെ കാണിക്കുന്നു. വ്യാഴത്തിൻ്റെ മേഖലകളിൽ കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. കർമ്മം മാത്രമല്ല, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെ പറയാം. എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം, സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ ക്ഷേത്രം, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, ജോലികൾ, ഇത്തരം മേഖലകളിൽ കർമ്മം അനുഷ്ഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് നല്ല ഒരു പുരോഗതി ഓഗസ്റ്റ് മാസം പ്രതീക്ഷിക്കാം. നല്ല ഒരു പുരോഗതി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ട പ്ലാനിങ്ങും ചെയ്യേണ്ടതാണ്. നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഭാവിയെ സുരക്ഷിതമാക്കുവാൻ വേണ്ട രീതിയിലുള്ള ഇൻഷുറൻസുകൾ ഒക്കെ നിങ്ങൾക്ക് ഈ മാസം തുടങ്ങുന്നതിന് വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ബിസിനസ്സിൽ പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ മേഖലകളിൽ ബിസിനസ് അനുഷ്ഠിക്കുന്നവർക്ക് ഗുണഫലം ഉണ്ടാകുമെന്ന് പറയാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അനുകൂല സാഹചര്യം തന്നെയാണ് ഉള്ളത്. 4ാം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ, 9ാം ഭാവാധിപതിയായിട്ടുള്ള ശനി, ഇവരെല്ലാവരും ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെ വന്നതിനാൽ നല്ല ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ തന്നെ കാണുന്നു. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലും മുന്നോട്ട് പോകുന്നതിന് കാര്യമായ തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ബുധൻ കൂറിൽ ബലവാനായി നിൽക്കുന്നുണ്ട് എങ്കിലും സ്കിൻ സംബന്ധമായിട്ടും നാഡീ സംബന്ധമായിട്ടും ഉള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ശരീരത്തിൽ ദിനചര്യകളിൽ ഉണ്ടാകുന്ന ക്രമക്കേട് മൂലം, പ്രത്യേകിച്ചും ശരിയായ രീതിയിൽ ഉറങ്ങായിക, നല്ല രീതിയിൽ വെള്ളം കുടിക്കായിക കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായി ചിന്തിക്കുമ്പോൾ 2ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി വളരെയധികം ഗുണം ചെയ്യും. തീർച്ചയായിട്ടും കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള സന്താനങ്ങളുടെ അനുഭവങ്ങളും അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകൾ വളരെ ഏറെയാണ്. വിവാഹം ആലോചിക്കുന്ന കുടുംബത്തിലുള്ള ആളുകൾക്ക് വിവാഹം ആലോചിക്കുകയോ അതിനുവേണ്ടി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കും സാഫല്യം ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം. ഇത്രയുമാണ് മിഥുനം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസ ഫലങ്ങളായിട്ട് പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് നൽകുക. ഏവർക്കും നല്ല ആഗസ്റ്റ് മാസം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.